നമ്മളൊരു ജനപ്രതിനിധിയാകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വികസന പ്രവർത്തനങ്ങളിൽ യാതൊരുവിധമായ രാഷ്ട്രീയവും കാണിച്ചിട്ടില്ല. കണ്ണാടിയില് നമ്മുടെ ഭരണസമിതി അല്ല ഭരിക്കുന്നത്, പക്ഷേ അവിടെയും കണ്ണാടിയിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് അവരുടെ മക്കൾക്ക് ഒരു മംഗളമായ ചടങ്ങ് നടത്തുമ്പോൾ അത് നടത്തുവാൻ വേണ്ടി മനോഹരമായ ഒരു ഓഡിറ്റോറിയം, ആ ഓഡിറ്റോറിയത്തിന് വേണ്ടിയും 5 കോടി രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. രായിരിയിൽ എവിടെ പോയാലും ഇന്നലെ ഒരു ക്രിക്കറ്റ് മത്സരം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഷബീർക്കൊക്കെ ഇവിടെ പോയി. അവിടുത്തെ ചെറുപ്പക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നല്ലൊരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത്. മുൻ MLA ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ കാലയളവിൽ എല്ലാ പഞ്ചായത്തിലും ഒരു സ്റ്റേഡിയം നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. സ്ഥലം കിട്ടാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രായിരിയില് ഫോറസ്റ്റിന്റെ ഒരു ഭൂമിയാണ്. ഈ മാധ്യമപ്രവർത്തകരായ സുഹൃത്തുക്കളോട് പറയുന്നത് നിങ്ങളത് പോയി കാണണം. ഒരു തുളസി ചെടി പോലും അതിനകത്തില്ല. ഫോറസ്റ്റിന്റെ ലാൻഡാണ്. ആ ഭൂമി പകരം ഭൂമി വാങ്ങിക്കൊടുക്കുക. ആ ഭൂമി സാധാരണ ഫോറസ്റ്റിന്റെ ഭൂമി എടുക്കുന്നത് അങ്ങനെയാണ്, പകരം ഭൂമി വാങ്ങിക്കൊടുക്കുകയാണ് പതിവ്. ആ ഭൂമി വിട്ടു തന്നാൽ അവിടെ ഈ ചെറുപ്പക്കാർക്ക് പ്രായിരിയില് ധാരാളം നല്ല മനോഹരമായ സ്പോർട്സിൽ ഗെയിംസിലും ഒക്കെ എൻഗേജ് ആയിട്ടുള്ള ചെറുപ്പക്കാർ, ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്ന ആളുകൾ. ആ ചെറുപ്പക്കാർക്ക് ഒരു സ്റ്റേഡിയം എന്നുള്ളത് പ്രായിരിയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. പ്രായത്തെ മാത്രമല്ല, കണ്ണാടിയുടെയും മാത്തൂരിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും എല്ലാം ആവശ്യമാണ്. ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ സംസ്ഥാന സർക്കാരാണ് തടസ്സം നിന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിലും ആ പാർട്ടിക്ക് പ്രായരി എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു പ്രയാസമാണ്. അപ്പോ ആ പ്രയാസം കൂടി മാറ്റിയാൽ ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, നമുക്ക് എപ്പോ സ്ഥലം കിട്ടുന്നു അപ്പോൾ തന്നെ പ്രായരിയുടെ അഭിമാനമായ ഒരു സ്റ്റേഡിയം ഉയർത്തുവാൻ 5 കോടി രൂപ നമ്മൾ അവിടെ വിനിയോഗിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകും. നമ്മൾ ഒരു തരത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കാണിച്ചിട്ടില്ല. ഇപ്പൊ സമരം ചെയ്ത വാർഡ് മെമ്പർമാർക്ക് അവരാവശ്യപ്പെട്ട റോഡുകളും പാലങ്ങളും ഗലികളും എല്ലാം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഉത്തരവാദിത്തം അത് നിറവേറ്റിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ പലപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ MLA-മാർ നമ്മുടെ ത്രിതല പഞ്ചായത്ത് മെമ്പർമാരോട് ആ ജനാധിപത്യപരമായ മര്യാദ പലപ്പോഴും കാണിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ 18,000-ലധികം വോട്ടുകൾക്ക് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഈ എളിയവനായി എന്നെ വിജയിപ്പിച്ചത് ഈ നാട്ടിൽ വികസന പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ആരെല്ലാം എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടാക്കിയാലും ഏത് പ്രതിബന്ധം ഉണ്ടാക്കിയാലും ആ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം അതിജീവിച്ച് ഈ നാട്ടിൽ വികസന പ്രവർത്തനം കൊണ്ടുവന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളൊക്കെ വളരെ സ്വാഭാവികമാണ്. ഞാൻ യുവജന സംഘടനയുടെ അധ്യക്ഷനായിരുന്ന ഒരാളാണ്. ധാരാളം പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ വഴി നടക്കുന്നത് ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിൽ വാഹനത്തിൽ പോകണം നിർബന്ധമൊന്നുമില്ല. നടന്ന് ഈ പാലക്കാടിന്റെ ഓരോ മുക്കിലും മൂലയിലും യാത്ര ചെയ്യും. ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിനധികം ഈ നാടിന് വികസനം ആവശ്യമാണ്. ആ വികസന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് മെഡിക്കൽ കോളേജ് ഭരണത്തിലൊക്കെ മാറ്റം വരുത്തണം. മെഡിക്കൽ കോളേജ് പാലക്കാട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെയൊക്കെ വീട് കയറുമ്പോൾ മരണ വീടുകളും സുഖമില്ലാത്ത ആളുകളുടെയൊക്കെ വീടുകൾ കയറുമ്പോൾ എന്തൊരു പ്രയാസമാണ്. ആളുകൾ ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത് രോഗങ്ങൾ വരുമ്പോൾ ചികിത്സിക്കുവാൻ നല്ലൊരു കേന്ദ്രമില്ലാത്തൊരു ബുദ്ധിമുട്ട്. ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു. കൈ ഒടിഞ്ഞ് പിടിച്ചിടാൻ ചെന്ന കുട്ടി ബോധം വരുമ്പോൾ ചോദിക്കുന്നത്, അമ്മയോട് ചോദിക്കുന്നത്, എന്റെ കൈ എവിടെ ഉമ്മ എന്ന. ആ കുഞ്ഞിന്റെ കൈ അറുത്തു മുറിച്ചു മാറ്റുന്ന തരത്തിലേക്ക് ആരോഗ്യ മേഖലയിലെ കഴിവില്ലായ്മകളും അതുപോലെ തന്നെ വീഴ്ചകളും സംഭവിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരനും ഒരു രോഗം വന്നാൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ്, നമ്മുടെ പാലക്കാട്ടെ മനുഷ്യന്മാരുടെ ജീവൻ രക്ഷിക്കുവാൻ മെഡിക്കൽ കോളേജ് അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ട ഒരു കാലം. അതിന് പലപ്പോഴും ഈ ഗവൺമെന്റ് പ്രതിബന്ധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട്ടെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് പലപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നത് കോയമ്പത്തൂർ പോലെയുള്ള നഗരങ്ങളെ. പാലക്കാട് എന്ന് പറഞ്ഞൊരു വലിയ ജില്ലയാണ്. ഈ വലിയ ജില്ലയിലെ മനുഷ്യന്മാർക്ക് അവർക്ക് ചികിത്സയ്ക്ക് ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ മെഡിക്കൽ കോളേജാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭയകേന്ദ്രം.
നമുക്ക് ആദ്യം പ്രായരി പഞ്ചായത്ത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ പ്രായരി പഞ്ചായത്ത് ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കേണ്ടതായിട്ടുണ്ട്. പാലക്കാട് നമ്മൾ ജയിക്കും, കേരളവും നമ്മൾ ജയിക്കും. അങ്ങനെ ജയിക്കുമ്പോ പാലക്കാട് മെഡിക്കൽ കോളേജ് സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കവും വേണ്ട എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇവിടേക്ക് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഷമീർക്ക് ഇങ്ങനെ നോക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചെവി വന്നിട്ടൊരു കാര്യം പറഞ്ഞു. ഇവിടെ താഴെ പാടത്തോ ഇവിടെ ഒരു റോഡുണ്ട്, അത് നടപ്പാതെ ഒരുക്കുവാനായിട്ട് അതിന്റെ ഒരു പ്രവർത്തനത്തിന് കുറച്ച് പണം MLA ഫണ്ടിൽ നിന്ന് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത്, പറയുന്നില്ലല്ലോ, പ്രഖ്യാപിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഷമീറക്കയുടെ ആവശ്യം നാടിന്റെ ആവശ്യമാണ്. 10 ലക്ഷം രൂപ ആ റോഡ് നവീകരിക്കുവാൻ വേണ്ടിയിട്ട് MLA ഫണ്ടിൽ നിന്ന് നമ്മൾ ചെലവഴിച്ച് ആ റോഡ് സഞ്ചാരയോഗ്യമാക്കും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഈ ചടങ്ങിന്റെ ഭാഗമായ എല്ലാ ആളുകൾക്കും നിങ്ങൾ തരുന്ന സ്നേഹത്തിന്, നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിന്, നിങ്ങൾ തരുന്ന പിന്തുണയ്ക്ക് ഞങ്ങൾ എല്ലാ കാലത്തും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. നമ്മൾ ഒന്നിച്ച് ഈ നാടിന്റെ മുഖച്ഛായാകെ മാറ്റും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.